ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുലുക്കി സർബത്താണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. എന്നാൽ ഞാനിവിടെ ഒരു കളർഫുൾ കുലുക്കി സർബത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു നല്ലൊരു പിങ്ക് കളർ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്കൊരു ചെറിയ ബൗളിലേക്ക് ഒരു ടീസ്പൂൺ കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡോ ബേസിൽ സീഡ് എന്നൊക്കെ പറയും. അപ്പോൾ അത് നമുക്കൊന്ന് കുതിർത്ത് വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ അത് നല്ല ഡബിൾ സൈസായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്കിത് പിന്നീട് ആവശ്യമില്ലെങ്കിൽ ഇത്രയും കസ്കസ് വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഇട്ടാൽ മതി. കാരണം ഇത് നല്ലോണം പൊങ്ങി വരുന്നതുകൊണ്ട് കുറേ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു 1/4 കപ്പിനെക്കാട്ടി കുറച്ചും കൂടി കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ അത് കട്ട പിടിക്കും. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കട്ടൊന്നും പിടിക്കാതെ നന്നായിട്ട് പൊങ്ങി വന്നോളും. അപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സർബത്ത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഒരു ബോട്ടിലാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുത്താൽ മതി. ഇതുപോലെ നല്ല മൂടിയുള്ളൊരു ബോട്ടിലാണ് ഇതിന് ആവശ്യം. ഇതിവിടെ കോഫിയുടെ ബോട്ടിലാണ്. അപ്പോൾ അതല്ലെങ്കിൽ മക്കളുടെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലായാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലത്തെ ചെറിയ മക്കളെ സ്കൂളിൻ്റെ വാട്ടർ ബോട്ടിൽ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. നല്ല തണുത്ത വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ചെറിയ 2 ഗ്ലാസ്സിനുള്ളൊരു അളവാണ്. ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് 1/2 കപ്പ് ഷുഗർ സിറപ്പാണ്. അപ്പോൾ ഇതിനേക്കുള്ള ആവശ്യമുള്ള പഞ്ചസാര ഒഴിച്ചൊരു ഇത്തിരി വെള്ളം ഒഴിച്ച് ഞാൻ ജസ്റ്റ് മെൽട്ടാക്കി എടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ സീഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ നാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ വെച്ച് കുടിച്ചാൽ മതി. അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറ്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരാണിത്, അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ പച്ചമുളക്, കാരണം ഇതിനൊരു ചെറിയ എരിവും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു ചെറിയ പീസ് ചെറുനാരങ്ങ. ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ തണുത്ത വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ 4 പീസേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ തണുപ്പിനനുസരിച്ച് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അവസാനം ചേർക്കാൻ പോകുന്നത് ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ അനാർ ജ്യൂസാണ്. വെള്ളമൊന്നും ഇല്ലാണ്ട് അടിച്ചെടുത്തതാണ്. നമുക്കതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുലുക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടപ്പ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നല്ല ശക്തി തന്നെ നമുക്കിത് കുലുക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നതിന് പകരം പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. പഞ്ചസാര ഇടുമ്പം ഒന്ന് ഗ്രൈൻഡറിലിട്ട് പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. എന്നാലേ ഇങ്ങനെ കുലുക്കിയെടുക്കുമ്പോൾ അതങ്ങ് അലിഞ്ഞു കിട്ടുള്ളൂ. സാധാരണ പഞ്ചസാര ആകുമ്പോൾ പിന്നെ ഇതുപോലെ കുലുക്കിയെടുത്താലും അതങ്ങനെ അലിയൂല. അപ്പോൾ ഷുഗർ സിറപ്പാക്കാൻ സമയമില്ലെങ്കിൽ പഞ്ചസാര പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സർബത്തിയുടെ റെഡി. അപ്പം നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മക്കൾക്ക് എരിവൊന്നും ഇഷ്ടമല്ലെങ്കിൽ പച്ചമുളകൊക്കെ ഇടുന്നത് നമുക്ക് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം. താങ്ക് യു.